ഇസ്ലാമിലെ മഹദികൾ എന്ന നമ്മുടെ വീഡിയോ സീരീസിന്റെ 2ാം അധ്യായമാണിത്. ആദ്യത്തെ വീഡിയോയിൽ പ്രവാചക പുത്രി ഫാത്തിമ ബീവിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അറിവിന്റെ വിപ്ലവം സൃഷ്ടിച്ച മറ്റൊരു മഹദിയെയാണ്. ലോക ചരിത്രത്തിൽ ഇത്രയധികം അറിവുള്ള മറ്റൊരു സ്ത്രീ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ്. നബിയുടെ പ്രിയ പത്നി, വിശ്വാസികളുടെ മാതാവ്, ആയിരക്കണക്കിന് ഹദീസുകൾ ലോകത്തിന് പകർന്നു നൽകിയ മഹാപണ്ഡിത ആയിഷ ബീവി. അവരുടെ ജീവിതം വെറുമൊരു കഥയല്ല, മറിച്ച് ഓരോ മുസ്ലിം സ്ത്രീക്കും വലിയൊരു പാഠപുസ്തകമാണ്. നമുക്ക് ആ പുണ്യ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. മക്കയിലെ മാന്യമായ ഖുറൈശി കുടുംബത്തിൽ നബിയുടെ ഉറ്റ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ മകളായിട്ടാണ് ആയിഷ ജനിക്കുന്നത്. കുട്ടിക്കാലം മുതലേ അസാമാന്യ ഓർമ്മശക്തി അവർക്കുണ്ടായിരുന്നു. കേൾക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുവാനും അവ വിശകലനം ചെയ്യുവാനുമുള്ള കഴിവ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കി. മക്കയിൽ ഇസ്ലാം പീഡനങ്ങൾ നേരിടുന്ന സമയത്താണ് അവർ വളർന്നത്. അതുകൊണ്ട് തന്നെ ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും വില അവർ ചെറുപ്പത്തിലേ കണ്ടറിഞ്ഞു. മദീനയിലേക്ക് ഹിജ്റ പോയതിനു ശേഷമാണ് ആയിഷ ബീവി നബിയുടെ വീട്ടിലെത്തുന്നത്. ആ വീട് കേവലം ഒരു വീടായിരുന്നില്ല, ലോകത്തിന്റെ തന്നെ വിജ്ഞാന കേന്ദ്രമായിരുന്നു. നബി ആയിഷയെ ഒരു കുഞ്ഞിനെ പോലെ സ്നേഹിക്കുകയും ഒരു പണ്ഡിതയെ പോലെ ബഹുമാനിക്കുകയും ചെയ്തു. അവർ തമ്മിലുള്ള ഓട്ടമത്സരങ്ങൾ, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, നബി ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് ഖുർആൻ ഓതുന്നത്, ഇതെല്ലാം ഇസ്ലാമിലെ മനോഹരമായ കുടുംബജീവിതത്തിന്റെ അടയാളങ്ങളാണ്. നബി അവരെ ഹുദൈറ എന്നും ആയിഷ എന്നും വിളിക്കുമായിരുന്നു. നബിയുടെ ജീവിതത്തിലെ ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും അവർ ഹൃദയസ്ഥമാക്കി. 2210 ഹദീസുകൾ അവർ നിവേദനം ചെയ്തു. ഖുർആൻ, ഹദീസ് എന്നിവയ്ക്ക് പുറമെ കവിത, ചരിത്രം, വിദ്യാശാസ്ത്രം എന്നിവയിലും അവർക്ക് അറിവുണ്ടായിരുന്നു. വലിയ സ്വഹാബികൾക്ക് പോലും സംശയമുണ്ടായാൽ അവർ ആയിഷ ബീവിയുടെ അടുത്തേക്ക് വരുമായിരുന്നു. മതത്തിന്റെ പകുതി അറിവും ആയിഷയിൽ നിന്ന് പഠിക്കുക എന്ന് പറയപ്പെടാറുണ്ട്. ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളെ അവർ നേരിട്ടത് അസാമാന്യ ധൈര്യത്തോടെയാണ്. യാത്രക്കിടെ ഉണ്ടായ തെറ്റിദ്ധാരണ മൂലം കപടവിശ്വാസികൾ ബീവിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചു. 1 മാസത്തോളം ആ മകൾ കരഞ്ഞു തളർന്നു. നബി പോലും ദുഃഖിതനായി. ഒടുവിൽ പ്രപഞ്ചനാഥനായ അള്ളാഹു വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലൂടെ 10ഓളം വചനങ്ങൾ ഇറക്കി ആയിഷ ബീവി പരിശുദ്ധയാണെന്ന് സാക്ഷ്യപ്പെടുത്തി. ഒരു സ്ത്രീയുടെ സ്വഭാവശുദ്ധിയെ സംരക്ഷിക്കാൻ ഖുർആൻ വചനങ്ങൾ ഇറങ്ങിയത് ലോക ചരിത്രത്തിലെ തന്നെ വലിയൊരു ആദരവാണ്. നബി തന്റെ അവസാന ശ്വാസം എടുത്തത് ആയിഷ ബീവിയുടെ നെഞ്ചോട് ചേർന്ന് കിടന്നാണ്. നബിയുടെ വിയോഗത്തിന് ശേഷം ഏകദേശം 47 വർഷത്തോളം അവർ ജീവിച്ചു. ഈ കാലയളവിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ അവർ വളർത്തിയെടുത്തു. സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ അവർ നേരിട്ട് ഇടപെടുകയും അവർക്ക് അറിവ് നൽകുകയും ചെയ്തു. കയ്യിൽ കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപ അന്ന് തന്നെ പാവങ്ങൾക്ക് ദാനം ചെയ്യുകയും സ്വന്തം വീട്ടിൽ നോമ്പ് തുറക്കാൻ പോലും ഒന്നും കരുതാതിരിക്കുകയും ചെയ്ത മഹദിയായിരുന്നു അവർ. ഹിജ്റ 58 അവർ വഫാത്തായി. മദീനയിലെ ജന്നത്തുൽ ബഖീഅ എന്ന മണ്ണിൽ അവർ ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്നു. വിശ്വാസികളുടെ മാതാവായ ആയിഷ ബീവി ഒരു മികച്ച പണ്ഡിതയും അധ്യാപികയും നേതൃത്വ ഗുണമുള്ള വ്യക്തിത്വവുമായിരുന്നു. ആ മഹദിയുടെ ജീവിതം ഓരോ സ്ത്രീക്കും ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും ജീവിക്കാൻ പ്രചോദനം നൽകുന്നു. ഇസ്ലാമിലെ മഹദികൾ എന്ന സീരീസിലെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.